നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സ് 2024ലേക്ക് ഏവർക്കും സ്വാഗതം. ദേശീയ രാഷ്ട്രീയത്തിന് വ്യക്തമായ ചിത്രം ഇപ്പോഴേ വന്നു കഴിഞ്ഞു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ചിത്രം വ്യക്തമായിട്ടില്ല. മത്സരിക്കുന്നത് ആര് എന്നുള്ളത് പോലും ഇപ്പോഴും പൂർണ്ണമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന വോട്ടേഴ്സ് ചോയ്സ് 2024ലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വേദിയിൽ നമ്മോടൊപ്പം ചേരുന്നത് സ്പെഷ്യൽ ഗസ്റ്റായി അഡ്വക്കേറ്റ് എ ജയശങ്കർ, ഒപ്പം കേരള കൗമുദി രാഷ്ട്രീയക്കാറ്റിൽ ലേഖകൻ അരവിന്ദ് ബാബു. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ആലപ്പുഴ മണ്ഡലത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ രാഹുൽ ഗാന്ധിയുടെ വരവും ശബരിമല വിഷയവും ഉയർത്തിയ കൊടുങ്കാറ്റിൽ കേരളം ഒന്ന് ഒഴികെയുള്ള മണ്ഡലങ്ങൾ UDFിലേക്ക് ചായ്ഞ്ഞപ്പോൾ പിടിച്ചു നിന്ന ഇടതിൻ്റെ ഒരേ ഒരു മണ്ഡലം ആലപ്പുഴ. AMRFിലൂടെ CPMന്റെ മുഖം രക്ഷിച്ച മണ്ഡലം. ആലപ്പുഴയുടെ ചിത്രമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ആർക്കൊപ്പം അവിടുത്തെ മനസ്സ് സഞ്ചരിക്കുന്നു എന്നറിയാൻ ശ്രമിക്കാം. അഡ്വക്കേറ്റ് ജയശങ്കർ, ആലപ്പുഴ AMRFിലൂടെ ഇടതുപക്ഷം പിടിച്ചു. ഇപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള തന്ത്രപ്പാടിലാണ് CPM എന്നും പറയാം. എങ്ങനെ കാണുന്നു? അല്ല, ആലപ്പുഴ സംബന്ധിച്ചോളം പറഞ്ഞാൽ അതൊരു ഒറ്റ കേൾവിയിൽ നമുക്കൊരു ഇടതുപക്ഷ മണ്ഡലമായിട്ട് തോന്നും. കാരണം പുന്നപ്ര വയലാറിൻ്റെയും അതുപോലെ വലിയ ചുടുകാടിൻ്റെയൊക്കെ വലിയ പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ്. 1952 മുതൽ നിരന്തരമായിട്ട് LDF അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥികൾ ജയിച്ചുകൊണ്ടിരുന്നത്. PT പുന്നൂസ്, പിന്നീട് പല സുശീല ഗോപാലനടക്കമുള്ള ആളുകളൊക്കെ ജയിച്ചിട്ടുള്ളതാണ്. അത് 77 ആദ്യമായിട്ടൊരു കോൺഗ്രസ്സുകാരൻ ആലപ്പുഴ ജയിക്കുന്നത് VM സുധീരനാണ്. ഒന്നാമത് വലിയ തരംഗമായിരുന്നു. 20 സീറ്റിലും കോൺഗ്രസ് മുന്നണി ജയിച്ച തെരഞ്ഞെടുപ്പാണ്. അന്ന് CPI കോൺഗ്രസിൻ്റെ കൂടെയാണ്. CPI RSPയും കോൺഗ്രസിൻ്റെ കൂടെയാണ്. RSP കുറേ കൂടെയൊക്കെ ശക്തമായിരുന്നു. അതുകൂടാതെ VM സുധീരൻ വലിയ സ്വീകാര്യതയുള്ള ഒരു യുവ നേതാവായിരുന്നു. VM സുധീരൻ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു ഓമനത്വം ഉള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ആലപ്പുഴ മത്സരിക്കുന്നു, ജയിക്കുന്നു. പിന്നീട് സുശീല ഗോപാലിനെ നിർത്തിയിട്ട് സീറ്റ് തിരിച്ചു പിടിക്കുന്നു. CPM വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. പക്ഷേ എതിർ സ്ഥാനാർത്ഥി വളരെ ദുർബലമായിരുന്നു. പക്ഷേ 84 ഇന്ദിരാഗാന്ധി മരിച്ച് വീണ്ടും സഹതാപ തരംഗം ഉണ്ടാകുകയാണ്. കോൺഗ്രസിന് അനുകൂലമായിട്ട് ശക്തനായ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഫീൽഡ് ചെയ്യുന്നു. അന്ന് നിയമസഭാ സ്പീക്കറായിരുന്ന വക്കം പുരുഷോത്തമൻ വക്കം മത്സരിക്കുന്നു. ശക്തനായ സ്ഥാനാർത്ഥി, പോരാത്തതിന് തരംഗം, സുശീല ഗോപാലിനെ തോൽപ്പിക്കുന്നു. വക്കം ജയിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിലും വക്കം വിജയം ആവർത്തിക്കും. 87 അല്ല 89 വക്കം വിജയിക്കും. പക്ഷെ 91 വിജയം ആവർത്തിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ സാഹചര്യങ്ങൾ മാറി. 91 TJ ആഞ്ചലോസ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി വന്ന് വക്കത്തെ തോൽപ്പിക്കുന്നു. അത് സഹതാപം കൊണ്ട് തരംഗമുണ്ട്. പക്ഷേ എങ്കിൽ പോലും വക്കം പുരുഷോത്തമൻ എന്ന് പറഞ്ഞ ശക്തനായ സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ തൂക്കും. അത് കഴിഞ്ഞ് വീണ്ടും മണ്ഡലത്തിൻ്റെ സാഹചര്യങ്ങൾ മാറുന്നു. 96 96 പ്രത്യേകതയുണ്ട്. ഈ ഇടതുപക്ഷം ജയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ള ഇടതുമുന്നണി അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പാണ്. പക്ഷേ അവിടെ വീണ്ടും VM സുധീരനെ തന്നെ കോൺഗ്രസ് ഫീൽഡ് ചെയ്തു. സുധീരൻ എന്ന് പറഞ്ഞാൽ ആ പേരിന് ഒരു വിലയുണ്ട്, ഒരു പ്രത്യേക വോട്ട് ബേസ്. അദ്ദേഹം മത്സരിക്കുന്നു. മാത്രമല്ല AK ആൻ്റണി ചേർത്തലയിൽ മത്സരിക്കുന്നു. ആൻ്റണി ചേർത്തലയിൽ ആൻ്റണിയുടെ വിജയവും ആലപ്പുഴയിലെ സുധീരൻ്റെ സ്ഥാനാർത്ഥിത്വവും തമ്മിലും കൂടി ഒരു ബന്ധമുണ്ട്. മറ്റ് പല ഘടകങ്ങളും അതിനകത്തുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ സുധീരൻ മത്സരിക്കുന്നു. സുധീരൻ ജയിക്കുന്നു. ആഞ്ചലോസിനെ തോൽപ്പിച്ചു. പിന്നീട് ആഞ്ചലോസ് CPMന് അനഭിമതനാകുന്നു. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു. അതൊക്കെ വേറെ കഥയാണ്. പിന്നീട് 2 തവണ കൂടി സുധീരൻ അവിടെ ജയിക്കുന്നു. 98 ജയിക്കുന്നു, 99 ജയിക്കുന്നു. അടുപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ 3 തവണ സുധീരൻ ജയിക്കുന്നു. പക്ഷേ അതിന് ശേഷം 2004 ഇതുപോലെ വലിയ LDF തരംഗം ഉണ്ടായതാണ്. ഒന്ന് പൊന്നാനി ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റിലും LDF ജയിച്ച തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ സുധീരൻ പരാജയപ്പെടുന്നു. ഏറ്റവും കുറഞ്ഞ വ്യത്യാസത്തിൽ തോറ്റ, ഏറ്റവും കുറഞ്ഞ മാർജിനിൽ തോറ്റ സ്ഥാനാർത്ഥിയാണ് അത്. 2000 താഴെ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അപ്പോൾ പോലും വലിയ ഒരു ഒളിവെട്ട് അവിടെ ഉണ്ടായി. അതായത് 2 ഘടകങ്ങളാണ്. ഒന്ന്, ഈ ഷട്ടിൽ കോക്ക് അടയാളത്തിൽ, ഇദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ കൈപ്പത്തിയാണല്ലോ, ഷട്ടിൽ കോക്ക് അടയാളത്തിൽ VS സുധീരൻ എന്ന് പറഞ്ഞ ഒരു DYFIക്കാരൻ ആരാലും അറിയപ്പെടാതെ അവിടെ മത്സരിച്ചു. അപ്പോൾ ഈ പ്രായമായ ആളുകൾ, കണ്ണിന് കാഴ്ച കുറഞ്ഞ ആളുകളൊക്കെ ഈ ഷട്ടിൽ കോക്കും കൈപ്പത്തി തമ്മിൽ മാറിപ്പോയി. ഈ വ്യാജൻ ഏതാണ്ട്
8,000-ത്തിലധികം വോട്ടുകൾ കിട്ടി. അതെ അങ്ങനെയാണെങ്കിൽ 2,000 താഴെ വോട്ടിന് സുധീരൻ തോന്നി. പക്ഷേ അതിനേക്കാൾ വലിയൊരു അട്ടിമറി അവിടെ നടന്നു. ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ എക്സാലോജിക്കൊക്കെ ചർച്ച ചെയ്ത കാലമുള്ളൂ. അതെ കരിമണൽ കമ്പനിക്ക് ലൈസൻസ് കൊടുക്കാനുള്ള തീരുമാനം സുശീല ഗോപാലിൻ്റെ സമയത്ത് എടുത്തു. അത് പക്ഷേ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. എ കെ ആന്റണി മുഖ്യമന്ത്രിയായിട്ട് വന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ താല്പര്യപ്രകാരം ഇതിന് അനുവാദം കൊടുത്തപ്പോൾ വി എം സുധീരനാണ് അവിടെ വലിയ ഒരു ചെറുത്തുനിൽപ്പ് സംഘടിപ്പിച്ചത്. അന്ന് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന അഡ്ഹോക്ക് കമ്മിറ്റിയാണ്. കമ്മിറ്റി ശരിക്കുള്ള കമ്മിറ്റി പിരിച്ചുകൊണ്ട് MA ബേബിയായിരുന്നു. അപ്പോൾ MA ബേബി അതിന് പിന്തുണ കൊടുത്തു. പിന്നെ ആലപ്പുഴ ബിഷപ്പിൻ്റെ പിന്തുണ ഈ സമരത്തിന് കിട്ടി. അങ്ങനെ കരിമണൽ വാരാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ കരിമണൽ ലോബി ഇപ്പോൾ വിവാദ പുരുഷനായിരിക്കുന്ന ശശിധരൻ കർത്താവ് അടക്കമുള്ള ആളുകൾ വലിയ തോതിൽ പണം ചെലവഴിച്ചു സുധീരനെ തോൽപ്പിക്കാൻ പറ്റി. അതിലുപരിയായിട്ട് മനോജ് കുരിശിങ്കൽ എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി. അങ്ങനെ ലാറ്റിൻ ക്രിസ്ത്യൻസിൻ്റെ കുറേ വോട്ട് കൂടി അവർ കൈക്കലാക്കി. ഇങ്ങനെ പല ഘടകങ്ങൾ അവിടെ ഒരേ സമയത്ത് വർക്കൗട്ടായി. ഒന്നാമത് തരക്കം, രണ്ടാമത് കരിമണലിൻ്റെ പണം, മൂന്നാമത് വി എസ് സുധീരൻ എന്ന് പറഞ്ഞ റിബൽ സ്ഥാനാർത്ഥി, പിന്നെ ലത്തീൻ സഭയുടെ ലത്തീൻ സഭ ഏത് കാലത്തും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരാണ്. അതിലൊരു ഡിവിഷൻ ഉണ്ടാക്കുന്നതിൽ വിജയിച്ചു മനോജ് കുരിശിങ്കൽ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി. ഇത്ര ഘടകങ്ങളെല്ലാം കൂടി വന്നപ്പോഴാണ് സുധീരൻ തോറ്റുപോയത്. അങ്ങനെ അത്തവണ മനോജ് കുരിശിങ്കൽ ജയിച്ചു. പക്ഷേ അടുത്ത തവണയായപ്പോഴത്തേക്കും KC വേണുഗോപാൽ അവതരിച്ചു, കുരിശിങ്കലിനെ തോൽപ്പിച്ചു. പിന്നീട് വേണു വിജയം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. വേണുഗോപാൽ തോറ്റുപോകാൻ സാധ്യതയുണ്ടായിരുന്നത് 2009 തെരഞ്ഞെടുപ്പിലാണ്. 2009 14 തെരഞ്ഞെടുപ്പ്. 14 വെച്ചാൽ ഈ സരിതാ വിഷയം ഭയങ്കരമായിട്ട് വന്നുകൊണ്ട്, ശരിയാണ്, സോളാർ ഒരു വലിയ വിഷയമായിട്ട് നിന്നുകൊണ്ട് അതെ അതെ ആ വീട് തോറ്റുപോകും എന്നുള്ള ഇമ്പ്രഷൻ വന്നു. പക്ഷേ അന്ന് ഈ ചന്ദ്രബാബു തീരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നില്ല CPM-ൻ്റെ. അങ്ങനെയാണ് വേണു മൂന്നാമത് പിന്നീട് ജയിച്ചത്. പക്ഷേ കഴിഞ്ഞ തവണ ആയപ്പോഴത്തേക്കും വേണു മത്സരിച്ചില്ല. വേണു മത്സരിച്ചെങ്കിൽ വേണു തന്നെ ജയിച്ചത്. കാരണം അത്രയും സ്വാധീനമുണ്ട്, പണമുണ്ട്. മണ്ഡലത്തിലെമ്പാടും ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ട്. ആലപ്പുഴ MLA ആയിരുന്നു, പിന്നെ MP ആയിരുന്നു. അപ്പോൾ അങ്ങനെ ശക്തമായ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സമുദായത്തിനൊക്കെ അതീതമായിട്ട് വോട്ട് പിടിക്കാൻ കഴിവുള്ള ആളാണ്, കോൺഗ്രസ്സുകാരനാണെങ്കിലും. പിന്നെ മണ്ഡലത്തിൻ്റെ സ്വഭാവം മാറി, പഴയ മണ്ഡലമല്ല. ഇപ്പോൾ കരുനാഗപ്പള്ളി കൂട്ടിച്ചേർത്തു, കുട്ടനാട് വിട്ടുപോയി, അങ്ങനെയൊക്കെയുള്ള ചില സവിശേഷതകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കഴിഞ്ഞ നമ്മുടെ ആരിഫ് ജയിച്ചത്. അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചേർത്തലയിൽ മാത്രം ആരിഫിന് നല്ല ലീഡ് കിട്ടിയുള്ളൂ. ആ ലീഡ് കൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. മറ്റ് മിക്കവാറും സ്ഥലങ്ങളിലും നേരിയ വ്യത്യാസമേ ഈ സ്ഥാനാർത്ഥികൾ തമ്മിൽ ഉണ്ടായിരുന്നു. ഈ കോൺഗ്രസിനുള്ളിലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിനുള്ളിൽ രണ്ട് തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകും. ഒന്നാമത് കോൺഗ്രസ്സിൽ ഏത് കാലത്തും കാലുവാരിലും വേലവെപ്പ് പാർട്ടിയുടെ ഒരു VM സുധീരനെ പോലും കാലുവാരിയ ആളുകൾ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ A K ആന്റണിയെ പോലും വാരാൻ പഠിക്കാത്തവർ ഉള്ള സ്ഥലമാണ് ആലപ്പുഴ. അതൊരു ഘടകമാണ്. അത് ഷാനിമോൾക്ക് എതിരായിട്ട് പോകുന്നു. കാരണം ഷാനിമോൾ അങ്ങനെ ഒരു വനിതാ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ചും ചില പരിമിതികളുണ്ടല്ലോ. പിന്നെ ആ രീതിയിൽ പണം ചെലവഴിക്കാനും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വലിയ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ രണ്ടുപേരും ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. ശബരിമലയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ BJP സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ, അദ്ദേഹം ശക്തമായിട്ട് വോട്ട് പിടിച്ചു. അതായത് സാമുദായികമായിട്ട് ചില അടിവലിവുകൾ അവിടെ ഉണ്ടായി. അപ്പോൾ അത് രാധാകൃഷ്ണൻ അനുകൂലമായി. അത്രയും വോട്ട് ഷാനിമോളുടെ പെട്ടിയിൽ നിന്ന് പോയി. അങ്ങനെയൊക്കെയുള്ള ഘടകങ്ങളുണ്ടായി. ഇവരൊരു മുസ്ലിം. പിന്നെ ഷാനിമോൾക്ക് വ്യക്തിപരമായിട്ടൊരു വലിയ പരാധീനത വന്നത്, ഷാനിമോൾ വയനാട് സീറ്റിന് വേണ്ടിയാണ് കൊണ്ടുപിടിച്ച് ശ്രമിച്ചത്. ആലപ്പുഴയിൽ മത്സരിക്കാൻ താല്പര്യമില്ല, വയനാട്ടിലാണ് താല്പര്യം. ഇവർ TV-ലൊക്കെ പറഞ്ഞു. അവസാനം കറക്കി തിരിച്ചവർക്ക് ആലപ്പുഴ തന്നെ കിട്ടി. അപ്പോൾ ആലപ്പുഴക്കാർക്ക് ഇവരോട് ഉള്ളുകൊണ്ട് ഒരു ഇഷ്ടക്കുറവ് വന്നു. കാരണം എന്ന് വെച്ചാൽ ആലപ്പുഴയിൽ ജനിച്ചു വളർന്ന ഷാനിമോൾക്ക് ആലപ്പുഴ മത്സരിക്കാൻ പറ്റില്ല, വയനാട്ടിൽ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ നിലവിൽ ആലപ്പുഴക്കാരോടൊരു അവഹേളനം കൂടി ഉണ്ട്. നിലവിൽ ഈ KC വേണുഗോപാൽ മാറുമ്പോൾ കോൺഗ്രസിലെ ഇക്വേഷൻ എങ്ങനെ വരും എന്നുള്ളത് വലിയ ചോദ്യമാണ്. KC വേണുഗോപാലിനെ പോലെ സ്റ്റേച്ചറുള്ള ഒരു മനുഷ്യൻ ഇന്ത്യയിലാകമാനം തെരഞ്ഞെടുപ്പ് നയിക്കുന്ന ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ ഇടയില്ല. എന്നാൽ ആരെ കോൺഗ്രസ് ഫീൽഡ് ചെയ്യും എന്നുള്ള വലിയൊരു പ്രശ്നമാണ്. അതിൽ സാമുദായിക പരിഗണന കൂടി കോൺഗ്രസ് നോക്കിയാവും ഫീൽഡ് ചെയ്യുക എന്ന് തോന്നുന്നു. അങ്ങനെയല്ലേ? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് ഏത് കാര്യത്തിലും സാമുദായിക പരിഗണന ഇല്ലാതെ ആലപ്പുഴയിലെന്നല്ല, കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഏത് മണ്ഡലത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണ്ണയിക്കുമ്പോൾ ജാതി, മതം, സമുദായമൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കോൺഗ്രസിൻ്റെ ഒരു ജനാധിപത്യ സ്വഭാവം അല്ലെങ്കിൽ ദേശീയ സ്വഭാവമുള്ള പാർട്ടിയാണ്. CPM-നോ CPI-ക്കോ വേറെ ഏത് പാർട്ടികൾക്കോ അവർക്ക് കൈവിട്ട കളി എന്ന് കളിക്കാം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാന ഘടകമാണ്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് വലിയൊരു ഒരു
കൂടിക്കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആലപ്പുഴയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി അത്ര ശക്തമല്ല കമ്പയർ ടു അതർ കമ്മ്യൂണിറ്റീസ്. ഇപ്പോൾ ഈഴവ സമുദായമാണ് ആലപ്പുഴയുടെ നട്ടല്. ഇതൊരു തീരദേശ മണ്ഡലമാണ്. അതായത് അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, കരുനാഗപ്പള്ളി, അരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി തീരദേശത്ത് ഇങ്ങനെ നീളത്തിൽ കിടക്കുന്ന. അപ്പോൾ അവിടെ മുസ്ലിം സമുദായം ശരിയാണ്, മോശമല്ല. പക്ഷേ എന്നാൽ പോലും ഈഴവ സമുദായത്തിനാണ് വലിയ പ്രാമുഖ്യമുള്ളത്. ഈഴവ, ധീവര അങ്ങനെയൊക്കെയുള്ള സമുദായക്കാരാണ്. ഒരു ഹിന്ദു പിന്നോക്ക വിഭാഗങ്ങൾക്ക് വലിയ പ്രാമുഖ്യമുള്ള ഒരു പ്രദേശമാണ്. സിറിയൻ ക്രിസ്ത്യൻ ക്കാളും ലാറ്റിൻ ക്രിസ്ത്യൻ കൂടുതലുണ്ട്. നായർ സമുദായം ഉണ്ട്. അപ്പോൾ ഈ വേണുവിനെ സംബന്ധിച്ചിടത്തോളം സമുദായം പ്രശ്നമല്ല. പുള്ളി അത്രയും ഒരു തലയെടുപ്പുള്ള നേതാവായിട്ട് പണമുള്ളതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ മറ്റ് പരാധീനതകളും പോരായ്മകളൊക്കെ അതിൽ പരിഹരിക്കപ്പെട്ടു പോകും. പക്ഷേ കോൺഗ്രസ്സിന് വേറൊരു സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ ആ വേണുവിൻ്റെ അത്രയും തൻ്റെയുള്ള വേറൊരു നേതാവിനെ കണ്ടുപിടിച്ച് നിർത്തൽ എളുപ്പമല്ല. അതുമാത്രമല്ല, ഇത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ തന്നെ ഫീൽഡ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്താ വെച്ചാൽ അതാണ് വലിയ പ്രശ്നം. കോൺഗ്രസ് അല്ലാതെ മറ്റെല്ലാ സ്ഥലത്തും സിറ്റിംഗ് എംപിമാരുണ്ട്. കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിപ്പിച്ച മുസ്ലിമിനെ മത്സരിപ്പിച്ച ഒരു സീറ്റ് ഇതാണ്. പിന്നെ ഒരു സീറ്റ് കൊടുക്കാൻ പറ്റിയത് വയനാടാണ്. അത് കൊടുക്കാൻ പറ്റില്ല. അവസാന നിമിഷത്തിൽ രാഹുൽ ഗാന്ധി വന്നുകൊണ്ട്. അപ്പോൾ കോൺഗ്രസ് പോലൊരു വലിയ പാർട്ടിക്ക് കേരളത്തിൽ കുറഞ്ഞ ഒരു മുസ്ലിമിനെ നിർത്തണ്ടേ? അതെവിടെ കൊടുക്കും? അത് ആലപ്പുഴ കൊടുക്കേണ്ടി വരും. ഇനി രണ്ടാമതൊരു സീറ്റ് ഒഴിവാരാൻ സാധ്യതയുള്ളത് കണ്ണൂരാണ്. ഈ നിലവിൽ BJP വലിയ തോതിലുള്ള ഒരു പൊളിറ്റിക്സ് അവിടെ ഇറക്കുന്നുണ്ട്. കാരണം ഈ MS സ്വാമിനാഥന് ഭാരതരത്ന കൊടുക്കുന്നു. മങ്കൊമ്പ് കേന്ദ്രീകരിച്ച് അദ്ദേഹം ഗവേഷണം നടത്തിയ ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള അതിലുള്ള ഒരു രാഷ്ട്രീയ ഇമ്പാക്റ്റും വലുതായിരിക്കില്ലേ? MS സ്വാമിനാഥനെ പോലെ ഒരു വലിയ വ്യക്തിത്വത്തിന് അതും കോൺഗ്രസ് ഭാരതരത്നം കൊടുത്തില്ല എന്ന് പറയുന്നു. ആ സമയത്ത് സച്ചിൻ ടെണ്ടുൽക്കർക്കാണ് ഭാരതരത്നം കൊടുത്തതെന്ന് BJP ആരോപണം ഉന്നയിക്കുന്നു. BJPക്കാരെ കിട്ടാവുന്ന എല്ലാ വടികളും ഫലപ്രദമായിട്ട് ഉപയോഗിക്കും. കാരണം അവരുടെ പാർട്ടിയുടെ സംവിധാനം അതാണ്. അവർക്ക് വലിയ തന്ത്രജ്ഞന്മാരുണ്ട്. അമിത്ഷായെ പോലെ അതിഭയങ്കര ചാണക്യനാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ KS രാധാകൃഷ്ണൻ തന്നെ അവിടെ ഫീൽഡ് ചെയ്യുന്നത് അമിത്ഷായാണ്. രാധാകൃഷ്ണന് താല്പര്യം ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ധീവര സമുദായക്കാരെ എത്ര വരേണ്ടത് പുള്ളി കണക്കൂടി കണ്ടുപിടിച്ചു. അമൃതാനന്ദമയിയുടെ ആശ്രമം ഇരിക്കുന്ന സ്ഥലമാണ് കരുനാഗപ്പള്ളി. അപ്പോൾ അതുകൂടി ഉൾപ്പെട്ടതാണ് ആലപ്പുഴ മണ്ഡലം. അപ്പോൾ രാധാകൃഷ്ണൻ ഈ പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളാണ്. തീരപ്രദേശത്ത് സമുദായക്കാർ ധാരാളമുണ്ട്. ആ വോട്ട് സമാഹരിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ പഠിക്കാത്തവരാണ് അവിടെ. ഇപ്പം ഇങ്ങനെ ഈ MS സ്വാമിനാഥൻ പക്ഷേ ആലപ്പുഴയിൽ വലിയ വിഷയമല്ല. അത് കുട്ടനാട്ടിലാണ്. കുട്ടനാട് ഇപ്പോൾ മാവേലിക്കര മണ്ഡലത്തിലാണ്. പക്ഷേ ഇതടക്കം ഏത് നമ്പറും അവർ ഉപയോഗിക്കും. BJPക്കാരുടെ ഇതൊന്നും ഒരു വിഷയമല്ലല്ലോ. ഒരു കർഷക ആത്മഹത്യ അടക്കം നടന്ന കർഷക ആത്മഹത്യ അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് കുട്ടനാട് മാവേലിക്കര മണ്ഡലത്തിലൊക്കെ ഭയങ്കരമായിട്ട് വരും. അത് കാർഷിക മേഖല ശരിക്കാതാണ്. ഇത് തീരപ്രദേശത്തെ ഒരു ദരിദ്ര മേഖലയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇവിടുത്തെ ദാരിദ്ര്യമാണ് ഈ ആലപ്പുഴയുടെ മുഖമുദ്ര. ഞാൻ ആലപ്പുഴക്കാരെ ആക്ഷേപിച്ചു പറയാതിരിക്കുന്നത്. കാശുള്ളത് വളരെ കുറച്ച് ആൾക്കാരും സാധാരണക്കാരായ വളരെയധികം ആളുകൾ, പാവപ്പെട്ടവർ ഒട്ടും കുറവില്ലാത്ത ഒരു വിഭാഗമുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ദാരിദ്ര്യത്തെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സമീപനം ഇപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും എനിക്കൊന്നു ഇപ്പോൾ അത്തരത്തിൽ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നത് ഏത് പാർട്ടിക്കാണ് എന്നുള്ളതാണ്. ഒരു പാർട്ടിക്കും ഇല്ല. ആരും അതൊന്നും ശ്രദ്ധിക്കണമില്ല. നമ്മളെപ്പോലെ കുറച്ച് പേര് മാത്രമേ ഇതൊക്കെ നോക്കുള്ളൂ. അതെ. കേരളത്തിൽ ഏറ്റവും അധികം ആൾക്കാർ സൈക്കിളിൽ ഓടുന്ന ജില്ലയാണ് ആലപ്പുഴ. പൈസ ഇല്ലാത്തതുകൊണ്ട് ദിനേശ് ബീഡി ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ജില്ലയാണ് ആലപ്പുഴ. കാരണം ആൾക്ക് സിഗരറ്റ് പിടിച്ച് വരിക്കാനുള്ള കാശില്ല. ആലപ്പുഴ മണ്ഡലത്തിൽ ഒരുപാട് CPMൽ നിന്ന് ഒരുപാട് കൊഴിഞ്ഞുപോക്ക് CPIയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിനെ ഏത് തരത്തിലാവും ബാധിക്കുക? തന്നെയുമല്ല, സുധാകരനെ പോലൊരു തലമുതിർന്ന നേതാവ് വളരെ പരോക്ഷമായി CPMനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അത് ചർച്ചയാവുന്നു. പിന്നീട് അദ്ദേഹം തന്നെ അത് നിരാകരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറത്തില്ലേ? CPMന് വലിയൊരു വെല്ലുവിളി ഇതാണ്. കാരണം എന്താ വെച്ചാൽ ഏത് കാലത്തും വിഭാഗീയതയുടെ ഒരു കളിത്തൊട്ടിലാണ് ആലപ്പുഴ. ആലപ്പുഴ പാർട്ടി ശക്തമാണെന്ന് പറയുമ്പോൾ തന്നെ ആലപ്പുഴ പാർട്ടിക്ക് ആന്തരികമായൊരു ദൗർബല്യമുണ്ട്. പ്രമുഖ നേതാക്കന്മാർ തമ്മിൽ ഭയങ്കര സ്പർദ്ധയുള്ള സ്ഥലമാണ്. ആദ്യകാലത്ത് അത് PK ചന്ദ്രാനന്ദനും VS അച്യുതാനന്ദനും തമ്മിലായിരുന്നു. ആ യുദ്ധത്തിൻ്റെ ഒരു ബലിയാടായിരുന്നു ഗൗരിയമ്മ. അവർ സത്യത്തിൽ ഗൗരിയമ്മയെ പുറത്താക്കാനല്ല ഈ അഭ്യാസം നടത്തിയത്, VSനെ ഒരു വഴിക്കാക്കാനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തർക്കമുണ്ട്. പിന്നീട് MA ബേബിയും സുധാകരനും തമ്മിലായി. പിന്നെ MA ബേബി കൊല്ലത്തേക്ക് പൂർണ്ണമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ അത് സുധാകരനും തോമസ് ഐസക്കും തമ്മിലായി. ഇപ്പോൾ ആ രണ്ട് കളിക്കാരും കളവും മിക്കവാറും ഒഴിഞ്ഞ മട്ടാണ്. ഇപ്പോൾ ഈ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കളിക്കാർ മാറി. യുദ്ധം അവിടെ തന്നെ. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി നാസറും മന്ത്രി സജി ചെറിയാനും തമ്മിൽ, അല്ലെങ്കിൽ ചിത്തരഞ്ജനും സജി ചെറിയാനും തമ്മിൽ, ഇങ്ങനെ പല ആളുകൾ തമ്മിൽ ഇങ്ങനെ ഈ ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ കളി മാറുന്നില്ല. കളി പഴയ കളിയുണ്ട്. സമീപകാലത്ത് ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം ഈ തീവ്രവാദികളും മതരാഷ്ട്രവാദികളും ഒക്കെ ഒരുപാട് പേര്
CPM-കാരായിട്ട് മാറി. ഇപ്പോൾ ശരിക്കുള്ള പാർട്ടിക്കാർ പാർട്ടിക്ക് പുറത്തും ഈ തീവ്രവാദികൾ പാർട്ടിക്കാരായിട്ട് മാറി. അത് ഹരിപ്പാട് അല്ലെങ്കിൽ കായംകുളം, അമ്പലപ്പുഴ ഇവിടെയൊക്കെ വളരെ സജീവമായിട്ടുണ്ട്. അത് തന്നെയല്ല, ഇപ്പൊ കേരളം ചർച്ച ചെയ്ത വലിയൊരു രാഷ്ട്രീയ കൊലപാതകം ആലപ്പുഴയിൽ നടന്നു. ഈ പോപ്പുലർ ഫ്രണ്ടുകാരൊരു RSS പ്രവർത്തകരെ നേതാവിനെ വെട്ടിക്കൊന്ന, അതും ഇതോടനുബന്ധിച്ച് ഇതുമായിട്ട് ചേർത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാമൂഹ്യ വിരുദ്ധന്മാരും ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരും ഈ പാർട്ടിക്കകത്ത് കയറുകയും അവർ തന്നെ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ആലപ്പുഴയിൽ. മറ്റ് ജില്ലകളിലുണ്ട് ഇല്ലെന്നല്ല പറഞ്ഞു, പക്ഷേ അത് ആലപ്പുഴയിൽ വളരെ പ്രകടമാണ്, പ്രബലമാണ്. പിന്നെ G. സുധാകരനെ പോലെയുള്ള പഴയ തലമുതിർന്ന നേതാക്കളൊക്കെ ഇവരെ ഏറെക്കുറെ തള്ളി പുറത്താക്കുന്ന സ്റ്റേജിലെത്തി. ഐസക് ഉണ്ടെങ്കിലും ഒട്ടും തന്നെ സജീവമല്ല. G. സുധാകരൻ പരിപൂർണമായിട്ടും നമസ്കരിക്കപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഐസക് പത്തനംതിട്ടയിലേക്ക് ഇനിയിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുമായിരിക്കണം. അദ്ദേഹത്തിന് അവിടെ അദ്ദേഹത്തെ അവിടെ നിർത്തി തോപ്പിക്കാത്ത പാർട്ടിക്ക് എന്തോ നേർച്ചയുണ്ട്. G. സുധാകരൻ്റെ ഭാവിയും ഏത് അല്ല, G. സുധാകരൻ ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ അങ്ങനെ സജീവമായിട്ടില്ല. അദ്ദേഹം പാർട്ടിയിൽ തന്നെ ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കുന്നു എന്ന് വേണം നമ്മൾ വിചാരിക്കാനായിട്ട്. അതെ, ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഞാൻ പറഞ്ഞത് ഇപ്പോൾ സുധാകരൻ എന്ന് പറഞ്ഞ വ്യക്തിയെ മാറ്റി നിർത്തിയിട്ട് നോക്കിയാലും പാർട്ടിക്കകത്തേക്ക് ഒരു ശൈഥില്യം, അതെ ഒരു ടഗ് ഓഫ് വാറിൻ്റെ ഒരു അന്തരീക്ഷം നിൽക്കുന്ന ഒരു കാരണവശാലും അത് ഒരു ഗുണകരമല്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും, തെരഞ്ഞെടുപ്പിൽ അടക്കം പ്രതിഫലിക്കും. പ്രത്യേകിച്ച് മറ്റു ഭാഗത്ത് മറ്റു സ്ഥാനാർത്ഥി കുറച്ച് ശക്തനാണെങ്കിൽ. അതെ പുന്നപ്ര വയലാർ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു വൈകാരികമായ ബന്ധം CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികൾക്ക് ഉള്ള ഒരു മണ്ഡലമാണ് ആലപ്പുഴ. പക്ഷേ അതിൻ്റെ ആ ഒരു ആത്മാവ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക്, അങ്ങിപ്പോൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അതിൻ്റെ ഒരു ആത്മാവ് നഷ്ടപ്പെടുന്ന രീതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? അങ്ങ് ആ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് കുറച്ച് അധികം കാലമായിട്ടുണ്ട്. ഇപ്പോഴാണത് വല്ലാതെ വ്യക്തമായത് എന്ന് മാത്രമേ. ഒരു വലതുപക്ഷ ചായ്വ്, വലതുപക്ഷ ചായ്വ് ഉള്ള ഒരു പ്രദേശം ആലപ്പുഴയിൽ പണ്ടുതൊട്ടേ ഉണ്ട്. ആലപ്പുഴ, ചേർത്തല, അരൂര്, അമ്പലപ്പുഴ, ഹരിപ്പാട് ഇതെല്ലാം ഒരിക്കൽ അല്ലെങ്കിൽ വേറൊരിക്കൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളാണ്. നിയമസഭയ്ക്കാണെങ്കിലും പാർലമെൻറ്റിലേക്കാണെങ്കിലും കോൺഗ്രസ് ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. അവിടെ ശക്തരായ സ്ഥാനാർത്ഥിയെ ആരും ഫീൽഡ് ചെയ്തു. അവർ എത്ര നന്നായിട്ട് ഇലക്ഷൻ പ്രചരണം നടത്തുന്നു, പിന്നെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ട്രെൻഡ് എങ്ങനെ വരുന്നു, ഈ 3 കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ LDF-നും ഒരു ഉറച്ച മണ്ഡലമല്ല, UDF-നും ഉറച്ച മണ്ഡലമല്ല. KC വേണുഗോപാലിനെ പോലെ വലിയൊരു അഭ്യാസി ഇഷ്ടംപോലെ പൈസ ആയിട്ട് വരുമ്പോൾ അവർക്ക് ജയിക്കാൻ പറ്റും. അല്ലെങ്കിൽ വക്കം പുരുഷോത്തമനെ പോലെ വലിയ ഹൈ പ്രൊഫൈലുള്ള ഒരാൾ വരികയാണെങ്കിൽ ജയിക്കാൻ പറ്റും. സാധാരണക്കാരനായ ഒരു കോൺഗ്രസ്സുകാരനെ നിർത്തിയിട്ട് അവിടെ ജയിക്കാൻ പറ്റില്ല. മനസ്സിലായില്ല. PM സുധീറിനെ പോലെ ഇത്ര ആദർശശാലിയായ ഒരു വലിയ തലക്കേറ്റ് പ്രഭാവനയുള്ളൊരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ അധികം പണം ചെലവഴിക്കാതെ തന്നെ ജയിക്കാം. കാരണം സുധീരൻ എന്ന പേരിന് ഒരു വിലയുണ്ട്, ഒരു ബ്രാൻഡാണ്. ഓക്കെ. പക്ഷെ വേറൊരാൾ വന്നത് അത് കിട്ടൂല. BJP BDJS-ലൂടെ ഈഴവ വോട്ട് സമാഹരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് പക്ഷേ തുഷാർ വെള്ളാപ്പള്ളിയുടെ പേര് വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട് ആലപ്പുഴയിൽ. തുഷാർ വന്നു കഴിഞ്ഞാൽ കുറേ കൂടി വോട്ട് കയറുമോ? തുഷാർ വന്നാൽ പിന്നെ വേറൊരു തലം വരുമല്ലോ അതിന് സ്വാഭാവികമായിട്ടും. ഈ വോട്ട് നമ്മൾ ഈ തുഷാർ വെള്ളാപ്പള്ളി അവിടെ മത്സരിക്കുന്നു എന്നിരിക്കെ ഈ വോട്ട്, അതായത് ഈ സാമുദായിക തലത്തിലുള്ള ഒരു ധ്രുവീകരണം അവിടെ സംഭവിക്കുമെന്നും കരുതുക. അപ്പോൾ ആരുടെ വോട്ടായിരിക്കും BJP-യിലേക്ക് ഒഴുകാൻ സാധ്യതയുള്ളത്? കോൺഗ്രസ്സുകാരായ ഈഴവരുടെ വോട്ടായിരിക്കും. അപ്പോൾ അവിടെ അതൊരു ആറ്റിങ്ങൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ഉണ്ടായ പോലെ. ശോഭാ സുരേന്ദ്രൻ നല്ല പുള്ളിങ് പവറുള്ള കാരനായിട്ടാണ്. അപ്പോൾ ആ ഈഴവരുടെ വോട്ട് കുറച്ച് സ്വത്തും പണമൊക്കെ ഉള്ള പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത കുറച്ച് ഈഴവരുണ്ട്. ആ വോട്ടുകൾ BJP-യിലേക്ക് പോകും. BJP-ക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് 1,87,000 വോട്ടാണ്. ഡോക്ടർ BJP-ക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധിയാണ്. അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ അമൃതാനന്ദമയി എന്നൊക്കെ പറഞ്ഞ ഘടകങ്ങൾ അതിനകത്തുണ്ട്. മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് സംബന്ധിച്ചുള്ളൊരു ചർച്ച ഇനിയിപ്പോൾ KC വേണുഗോപാൽ അല്ലെങ്കിൽ ആര് എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത്. ജയിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ വടംവലിയും നടക്കുന്നുണ്ടാവണം. ഇനിയിപ്പോൾ ഷാനിമോൾ ഉസ്മാൻ അല്ല എങ്കിൽ, അല്ലെങ്കിൽ KC വേണുഗോപാൽ അല്ല എങ്കിൽ ആര് എന്നുള്ള ചോദ്യത്തിന് അടുത്ത സാധ്യതയായി നിലനിൽക്കുന്നത് ആരാണ്? ഒരു മുസ്ലിം പേരായിരിക്കണം അല്ലേ? അല്ല, ഏറ്റവും കൂടുതൽ സാധ്യത ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വരാനാണ്. കാരണം മറ്റെല്ലാ മണ്ഡലങ്ങളിലും, തിരുവിതാംകൂർ ഭാഗത്തുള്ള മറ്റെല്ലാ മണ്ഡലങ്ങളും മറ്റ് സമുദായക്കാരായിട്ട് ഏറെക്കുറെ കൈവശപ്പെടുത്തി വീതിച്ചെടുത്തു എന്ന അവസ്ഥയിലാണ്. മുസ്ലിം സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്യാൻ ഏറ്റവും നല്ല മണ്ഡലം ആറ്റിങ്ങലാണ്. പക്ഷേ അവിടെ അടൂർ പ്രകാശുണ്ട്. പിന്നെ ഒരു സീറ്റ് എന്ന് പറയുമ്പോൾ ആലപ്പുഴയാണ്. വേറൊരു സീറ്റ് നമുക്ക് പറയാനില്ല. അല്ല, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വടക്കൻ കേരളത്തിൽ ലീഗ് അല്ലാതെ ഒരു മുസ്ലിം കോൺഗ്രസിന് വേണ്ടി ഫീൽഡിൽ ഇല്ല എന്നുള്ള ഒരു കാര്യം പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ ലീഗിന് തന്നെ ഇങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അപ്പുറം പ്രാതിനിധ്യം കംപ്ലീറ്റ് ലീഗിന് കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ളത്. അല്ല, കോൺഗ്രസ് ആരുടെ ചെയ്യണമെന്ന് വെച്ചാൽ തിരുവിതാംകൂർ ഭാഗത്തൊരു മുസ്ലിമിന് കൊടുക്കും. അത് പണ്ടൊക്കെ ചിറയൻകീഴായിരുന്നു.
അത് കഴിഞ്ഞ തവണ നമ്മുടെ ആലപ്പുഴയിലേക്ക് ആലപ്പുഴയായത് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ആലപ്പുഴയിൽ ആദ്യമായിട്ടാണ് കോൺഗ്രസ് മുസ്ലിം കാൻഡിഡേറ്റിനെ ഫില്ല് ചെയ്തത്. പിന്നെ ഒരു സീറ്റ് വടക്കൻ കേരളത്തിൽ കൊടുക്കും. അത് മുമ്പ് വയനാടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, വയനാട് സീറ്റ് കൊടുത്തു. അപ്പോൾ നമുക്കിപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നുകൊണ്ട് അവിടെ ഔട്ടായി പോയി. ഇനിയിപ്പോൾ വടക്കൻ കേരളത്തിനൊരു സീറ്റ് കൊടുക്കണമെങ്കിൽ കണ്ണൂരിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് ആലപ്പുഴയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി ആര് UDFന്റെ അതിനെ ആശ്രയിച്ചിരിക്കും റിസൾട്ട് എന്ന് പറയാം. അതെ അതെ, UDFന്റെ സ്ഥാനാർത്ഥി ശക്തനായ ഒരു സ്ഥാനാർത്ഥി വരും. നല്ലപോലെ പണം ചെലവഴിക്കാൻ ചെയ്താൽ മാത്രമേ ജയിക്കാൻ പറ്റൂ. പണമില്ലാത്ത ആളെ സൗന്ദര്യത്തിൻ്റെ പേരിലോ ആദർശത്തിൻ്റെ പേരിലോ സ്ഥാനാർത്ഥിയാക്കി ജയസാധ്യത തീരില്ലെന്ന് പറയാം. യെസ്, തീർച്ചയായും അതാണ് ആലപ്പുഴയുടെ ചിത്രം. ആര് ജയിക്കും എന്നുള്ളത് അവിടെ കൂടുതൽ ചർച്ച ചെയ്യാൻ സാധിക്കുക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാകും എന്ന് വ്യക്തം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആലപ്പുഴയുടെ കാറ്റ് എങ്ങോട്ട് വീശുമെന്നറിയുവാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് A. ജയശങ്കർ, ഒപ്പം തന്നെ കേരള കൗമുദിയുടെ രാഷ്ട്രീയകാര്യ ലേഖകൻ അരവിന്ദ് ബാബു, ഇരുവർക്കും നന്ദി അറിയിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു മണ്ഡലവുമായി നമുക്ക് ഒത്തുചേരാം. നമസ്കാരം.